വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഓഹരി വിപണി നിക്ഷേപ രംഗത്തെ ഗുരു വാറൻ ബഫറ്റ്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വിപണിയിലെ ചാണക്യൻ. അടുത്തിടെ വരെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ബഫറ്റ് വാർത്തകളിൽ ഇപ്പോൾ നിറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിലാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാതെ ബഫറ്റ് കയ്യിൽ പണമായി സൂക്ഷിച്ചിരിക്കുന്നത് ചില്ലറ തുകയല്ല, 27 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഈ 27 ലക്ഷം കോടി എന്ന വാക്ക് ഇന്ത്യയിലെ ഓഹരി വിപണി നിക്ഷേപകർ മറന്നിട്ടുണ്ടാകില്ല. ഓഹരി വിപണിയിൽ ഇടിവ് നേരിട്ട ജനുവരി മാസത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലെ നിക്ഷേപകരുടെ ആകെ നഷ്ടവും 27 ലക്ഷം കോടിയായിരുന്നു. ബഫറ്റിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാതെ ഇത്രയും വലിയ തുക അനക്കാതെ വച്ചിരിക്കുന്നതെന്ന് പലരും ചോദിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിക്ഷേപക കമ്പനിയായ ബെർക്ക്ഷയർ ഹാത്വേയിൽ ഷെയർ ഹോൾഡർമാരാണ് ബഫറ്റിനോട് ഈ സംശയം പങ്കുവച്ചത്. ഗ്ലോബലി വലിയൊരു സാമ്പത്തിക തകർച്ച പ്രതീക്ഷിക്കുന്നതിനാലാണോ ബഫറ്റ് ഇൻവെസ്റ്റ് ചെയ്യാത്തത് എന്നായിരുന്നു പലരുടെയും സംശയം. ഉടനെ ഷെയർ ഹോൾഡർമാർക്ക് അദ്ദേഹം കത്തെഴുതി. ആ കത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആഗോള സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നല്ല ഇൻവെസ്റ്റ് ചെയ്യാതെ ക്യാഷ് റിസർവിൽ വെച്ചിരിക്കുന്നത്, മറിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ചില ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയാണെന്ന് ബഫറ്റ് കത്തിൽ പറയുന്നു. ഓഹരികൾ തന്നെയാണ് തന്റെ നിക്ഷേപ ലക്ഷ്യമെന്നും മറ്റ് നിക്ഷേപ മാർഗങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കത്തിൽ. അടുത്തിടെ US മാർക്കറ്റിൽ വലിയ തോതിൽ സെല്ലിംഗ് നടത്തിയിരുന്നു ബഫറ്റ്. ആപ്പിളിന്റെ ഓഹരികളും ഇതിൽ ഉൾപ്പെടും. ഓവർ വാല്യുവേഷൻ ചൂണ്ടിക്കാണിച്ചായിരുന്നു ബഫറ്റിന്റെ നീക്കം. ഓവർ വാല്യൂഡായ സ്റ്റോക്കുകൾക്ക് പുറകെ പോകുന്നതിന് പകരം നല്ല വാല്യുവേഷനുള്ള മികച്ച ഓഹരികളെ തേടുന്നതാണ് എല്ലാ കാലത്തും ബഫറ്റിന്റെ തന്ത്രം. ഇപ്പോൾ കയ്യിലുള്ള പണം വാല്യുവേഷൻ ആകർഷകമാകുമ്പോൾ ബഫറ്റ് പുറത്തിറക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയധികം ഇടിവുണ്ടായിട്ടും ഇന്ത്യയിലെ പല സ്റ്റോക്കുകളും ഓവർ പ്രൈസ്ഡ് ആണെന്ന കാര്യം ഓർക്കുക. ബഫറ്റ് തന്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡർമാർക്ക് അയക്കുന്ന കത്തുകൾ വെറും സാമ്പത്തിക അപ്ഡേറ്റുകൾ മാത്രമല്ല, അവ ദീർഘകാല നിക്ഷേപ തന്ത്രം വ്യക്തമാക്കുന്ന ആഴത്തിലുള്ള അറിവ് കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. ഓഹരി വിപണിയിലെ ഓവർ വാല്യുവേഷൻ ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആകർഷകമായ നിക്ഷേപ അവസരങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്താനുള്ള മടി കാരണമല്ല അദ്ദേഹം ഇത്രയധികം പണം റിസർവിൽ വച്ചിരിക്കുന്നത്, മറിച്ച് ന്യായമായ വാല്യുവേഷനിലേക്ക് വിപണി എത്തുമ്പോൾ ആ തുകയെല്ലാം വിപണിയിൽ ഇറക്കാനാണ്. ഇന്ത്യൻ ഓഹരി വിപണികളുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സെൻസെക്സിലും നിഫ്റ്റിയിലുമുള്ള കുത്തനെയുള്ള ഇടിവുണ്ടായിട്ടും വാറൻ ബഫറ്റിന്റെ ഗോൾഡൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇന്ത്യൻ വിപണി ഇപ്പോഴും എക്സ്പെൻസീവ് ആണെന്നും ഇനിയും കറക്ഷന് സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. വാറൻ ബഫറ്റിന്റെ പേരിലുള്ള ബഫറ്റ് ഇൻഡിക്കേറ്റർ ഒരു രാജ്യത്തെ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രാജ്യത്തിന്റെ GDPയെ കവിയരുത് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ വിപണി എക്സ്പെൻസീവ് ആണെന്ന് കണക്കാക്കപ്പെടും. ഇന്ത്യയിലെ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2024 സാമ്പത്തിക വർഷത്തിൽ 132%. 2025 സാമ്പത്തിക വർഷത്തിലെ GDPയുടെ 120% നിലവിലെ മാർക്കറ്റ് ക്യാപ്പ്. അതായത് ഇന്ത്യൻ വിപണി ഇപ്പോഴും എക്സ്പെൻസീവ് ആണെന്ന് ചുരുക്കം. ഇന്ത്യ അടുത്തിടെ ആഗോളതലത്തിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച പ്രധാന വിപണികളിൽ ഒന്നായിട്ടും ഇത് സംഭവിച്ചു. കഴിഞ്ഞ മാസം ആഗോളതലത്തിലെ പ്രധാന വിപണികളിൽ ഉദാഹരണത്തിന് ജർമ്മനിക്ക് 4%, ചൈനയ്ക്ക് 2%, UK-ക്ക് 2%, കൊറിയയ്ക്ക് 1% എന്നിങ്ങനെ നേട്ടങ്ങളുണ്ടായപ്പോൾ ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിപണി 6% ഇടിയുകയാണ് ചെയ്തത്. ബഫറ്റ് അയക്കുന്ന കത്ത് വെറും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഏറ്റവും ഒടുവിലായി ബഫറ്റ് അയച്ച കത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിക്ഷേപകർ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിലെ നിക്ഷേപ ഗുരു അനുവർത്തിക്കുന്ന തന്ത്രങ്ങൾ ഇവയാണ്. 1. ബഫറ്റ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് എന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 1 വർഷമെങ്കിലും കൈവശം വെച്ച ശേഷമേ ബഫറ്റ് ഓഹരികൾ വിൽക്കാറുള്ളൂ. വാങ്ങുക, ഹോൾഡ് ചെയ്യുക എന്നതാണ് ബഫറ്റിന്റെ സ്ട്രാറ്റജി. നിക്ഷേപശേഷികളെക്കുറിച്ച് യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കുക എന്നതാണ് ബഫറ്റിന്റെ അടുത്ത പോളിസി. ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഓഹരി വിപണി നിക്ഷേപകരിൽ ഒരാളാണ് ബഫറ്റ്. എന്നിട്ടും തനിക്ക് പോലും തെറ്റുകൾ വരാറുണ്ടെന്നും തെറ്റുകൾ വരുത്താറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ബഫറ്റിന്റെ കാര്യത്തിൽ അത് ശരിയാണെങ്കിൽ ഒരു ചെറിയ നിക്ഷേപകന്റെ കാര്യം ഊഹിക്കാമല്ലോ. ബഫറ്റിന്റെ നിക്ഷേപ തന്ത്രം ഏത് നിക്ഷേപകർക്കും അനുവർത്തിക്കാവുന്ന ഒന്നാണ്. ഏറ്റവും മികച്ച വാല്യുവേഷനുള്ള, ഏറ്റവും കൂടുതൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ, ഏറ്റവും മികച്ച ഓഹരികൾ വാങ്ങുക എന്നുള്ള ലളിതമായ തത്വം. താങ്ക്സ് ഫോർ വാച്ചിങ്.